വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഞാൻ. വീഡിയോ ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. കാരണം നമുക്ക് വളരെ കുറച്ച് സമയമേ ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോയാലാണ് നമുക്കത് പഠനത്തിനും റിവിഷനൊക്കെ കൂടെ സമയം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കാത്തവർ ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ തുടങ്ങാം. അല്ല ഇനിയിപ്പോൾ പഠിച്ച് ഒരുവിധം എത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ റിവിഷനായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏതൊരു എന്താ പറയുക ഏതൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നനുസരിച്ചിട്ട് നിങ്ങളത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ റിവിഷനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ റിവിഷനായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഐക്കാർഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ ഞാനത്. അപ്പോൾ നിങ്ങളതൊന്ന് കാണാത്തവരാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു പഠനം എന്ന് പറയുന്നതും ഞാൻ ആദ്യം തന്നെ അതൊന്ന് ഒരു 5 ദിവസത്തെ അതിന്ന് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു കേട്ടോ. എൻ്റെ ഒരു ബുക്കിൽ ഞാൻ എഴുതി വെക്കുന്ന ഒരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചു. അതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നും ജോഗ്രഫി തന്നെയാണ് മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൈം ടേബിളിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ 5 ദിവസം ജോഗ്രഫി തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഞാൻ പഠിക്കുകയാണെങ്കിലും ഒരു 2 ദിവസത്തെ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 20-ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 20-ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ചാനലിൽ ഇട്ടുള്ള ടൈം ടേബിൾ അതനുസരിച്ച് തന്നെയാണ് ഇന്ന് തുടങ്ങുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ 20-ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോഗ്രഫി തന്നെയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ജോഗ്രഫിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ കേരളം ഇത് രണ്ടും അത്യാവശ്യം നമ്മൾ ഒരുപാട് നോക്കിയിട്ടുള്ളതായിരിക്കും. ഒരുപാട് തവണ റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനായാലും. അപ്പോൾ അതുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ പൊതുവായിട്ട് വരുന്ന ഒരു വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, ജോഗ്രഫിയുടെ പോർഷൻസ് ഉണ്ട് നമുക്ക്. അതായത് ഋതുക്കൾ, പിന്നെ എന്താ പറയുക, കുറേ ശിലകൾ, അങ്ങനെ ഒരുപാട് വേറെ പോർഷൻസ് ഉണ്ട് കോമൺ ആയിട്ട് വരുന്നത്, ഇന്ത്യ കേരളം എന്നല്ലാതെ. അപ്പോൾ ആ ഒരു പോർഷൻസ് ഞാൻ അധികം അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മറ്റത് പഠിച്ച പോലെ ഒരുപാട് തവണ റിവിഷൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ചെയ്യാറില്ല, അതാണ് പറ്റാതെയല്ല, ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കുറച്ച് ടഫാണ്. അപ്പോൾ അത് പഠിക്കാൻ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ് ഇതിനും കൂടെ നമ്മൾ സമയം കണ്ടെത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും നോക്കുന്നുണ്ട് കേട്ടോ കറണ്ട് അഫെയർസ്. അത് എന്താ പറയുക, എഴുതി വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. കാരണം കറണ്ട് അഫെയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ 2 എക്സാമാണ് ഞാൻ PSC എഴുതിയിട്ടുള്ളത്. ഒന്ന് പ്രിലിംസും വേറെ അതിന് മുൻപ് VOയും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് കുറയുന്നത് ഈ കറണ്ട് അഫെയർസിൻ്റെ പോർഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കറണ്ട് അഫെയർസ് ഒന്നും പഠിക്കാതെ പോകും. എനിക്ക് ഭയങ്കര മടിയുള്ളതാണ്, ഒന്നും പഠിക്കില്ല. ഞാൻ ബുക്കൊക്കെ വാങ്ങും, കറണ്ട് അഫെയർസിൻ്റെ ഒരു ബുക്ക് കിട്ടുമല്ലോ നമ്മൾ എക്സാം എടുക്കാറാകുമ്പോൾ, അപ്പോൾ അതുപോലെ ഒരു ബുക്ക് വാങ്ങും. പക്ഷെ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ആദ്യം വായിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വായിക്കാറില്ല, അത് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും എനിക്ക് മാർക്ക് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റില്ല എന്ന് മനസ്സിലായ കാരണം നമുക്ക് 20 മാർക്കിൻ്റെ കറണ്ട് അഫെയർസ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചെടുത്താൽ തന്നെയാണ് നല്ല റാങ്കിലേക്ക് എത്തി ജോലി കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ എഴുതി പഠിക്കുന്നുണ്ട്. എല്ലാം നോട്ട്സാക്കി എഴുതി വെക്കുന്നുണ്ട്. അത് യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ. ഒരുപാട് നല്ല ചാനലുകളുണ്ട് കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അത് എന്താ പറയുക, അതിൽ നോക്കിയിട്ട് ഇപ്പോൾ കറണ്ട് അഫെയർസ് പഠിക്കുക, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. കറണ്ട് അഫെയർസ് എന്നെപ്പോലെ മാറ്റി വയ്ക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ മാറ്റി വയ്ക്കരുതെന്ന്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇന്ന് തൊട്ട് ഇപ്പോൾ പഠിച്ചാലും നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എഴുതി വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ ഇതുപോലെ കറണ്ട് അഫെയർസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഞാൻ വീഡിയോസ് നോക്കി കാണുന്നു. GK മറ്റു ക്ലാസ്സുകളൊക്കെ ഞാൻ കാണാറുള്ളത് തന്നെയാണ്. കറണ്ട് അഫെയർസ് മടിയുള്ള കാരണം അപ്പം ഞാനത് എഴുതി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ എഴുതുകയാണെങ്കിൽ കറണ്ട് അഫെയർസ് ഇന്ന് എഴുതുമ്പോൾ ഇന്നലെ എഴുതിയതും അതിന് മുൻപ് എഴുതിയുള്ളതൊക്കെ മാക്സിമം വായിക്കുമെന്ന്, എനിക്ക് കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും. ഇല്ലാത്തത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ പിറ്റേ ദിവസം ഒന്ന് വായിച്ച് നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2021 നല്ല ഡീപ്പായിട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ.
ബാക്കി എന്താ പറയുക 2020 അങ്ങനെ ഡീപ്പായിട്ട് നോക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫെയർസും എല്ലാം തന്നെ GK ആയാലും എല്ലാ പോർഷൻസും ഒറ്റ പോർഷൻസ് വിടാതെ നമ്മൾ നല്ല രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും പഠിക്കുമ്പോഴാണ് മാർക്ക് നമുക്ക് ഉയരുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു പോർഷൻ വിട്ട് കഴിഞ്ഞാലാണ് മാർക്ക് കുറയുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകളും നേരുന്നു. താങ്ക്